സ്വർണ്ണക്കടത്ത് കേസിൽ ഇഡിക്ക് വീണ്ടും സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. കേസ് നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് താൽപര്യമില്ലെന്ന് ഇടക്കാല ഉത്തരവിൽ സുപ്രീം കോടതി. അഭിഭാഷകന്റെ അസൗകര്യം മുൻനിർത്തി ഹർജി പരിഗണിക്കുന്നത് മാറ്റണമെന്ന് ഇഡിയുടെ ആവശ്യത്തെയാണ് കോടതി വിമർശിച്ചത്. വിശദാംശങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ഷബന സിയാദുണ്ട്. ഷബന, സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? ആതിര, ഇഡി ഈ കേസ് മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇത്തരത്തിൽ കേസ് മാറ്റിവെക്കണം എന്നൊരു ആവശ്യം ഇഡി കോടതിയിൽ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചത്. ഈ ഹർജി പരിഗണിക്കണം എന്ന് ഇഡി പലതവണ ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നു. ഇതിലൂടെ മനസ്സിലാകുന്നത് ഇഡിക്ക് ഈ കേസ് നടത്താൻ താല്പര്യമില്ല എന്നതാണ്. തുടങ്ങിയ കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അഭിഭാഷകന്റെ അസൗകര്യം മുൻനിർത്തിയായിരുന്നു ഇഡി ഇന്ന് ഇത്തരത്തിലൊരു ആവശ്യം കോടതിയിൽ ഉന്നയിച്ചത്. ഈ കേസിന്റെ വിചാരണ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് മാറ്റണം എന്ന ആവശ്യമാണ് ഇഡി സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചെങ്കിലും പലതവണ ഈ ഹർജി പരിഗണനയ്ക്ക് വന്നപ്പോഴും ഹർജി മാറ്റണം എന്ന ഇഡി തന്നെ ആവശ്യപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ വിമർശനം ഇന്നുണ്ടായത്. അതുപോലെ ഇഡിക്ക് കേസ് നടത്താൻ താല്പര്യമില്ല എന്ന് പ്രതിഭാഗം അഭിഭാഷകരും ഇന്ന് കോടതിയെ അറിയിച്ചിരുന്നു. ഹർജി ഏതായാലും 6 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഹർജി പരിഗണിക്കുന്നത് മാറ്റണമെന്ന ഇഡിയുടെ ആവശ്യത്തിനാണ് സുപ്രീം കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കേസ് നടത്താൻ ഇഡിക്ക് താല്പര്യമില്ല എന്നാണ് ഇടക്കാല ഉത്തരവിൽ സുപ്രീം കോടതി പറയുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷബന സിയാദ്.